ദാരിദ്ര്യത്തിൽ മുങ്ങിയ കർഷകന് തൻ്റെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിച്ചല്ലോ പൊന്മുട്ടയിടുന്ന താറാവ്. അങ്ങനെ നിത്യേന ഈ താറാവ് ഒരു പൊന്മുട്ട ഇടും. അങ്ങനെ നിത്യേന ദിവസവും ലഭിച്ചുകൊണ്ടിരുന്ന ഈ പൊന്മുട്ട, സ്വർണ്ണ മുട്ട കൊണ്ട് ഈ ദരിദ്രൻ സമ്പന്നനായി, അതീവ ധനികനായി. അങ്ങനെ ഇയാള് സമ്പദ് സമൃദ്ധി ഐശ്വര്യം അങ്ങനെ കൂടി വന്നപ്പോഴത്തേക്ക് ആർത്തിയും കൂടി, അസംതൃപ്തിയും കൂടിയല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരുപാട് ധനം വേണം, ഒത്തിരി കിട്ടിയതൊന്നും പോരാ. ദാരിദ്ര്യത്തിൽ നിന്ന് കൊട്ടാരം വരെ പണിയുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിലും പോരാ. അങ്ങനെ എന്ത് ചെയ്ത് ഈ താറാവിനെ കൊന്നല്ലോ. എന്നിട്ട് നോക്കിയപ്പോൾ എന്തുവാ, ഇതിനെ ഇറച്ചിക്കുക പിന്നെ കൊള്ളാവും. അതിൻ്റെ അത് എന്തോ ഇരിക്കുന്നു താറാവിൻ്റെ ഉള്ളിൽ, വയറ്റിൽ ഒന്നുമില്ല, നത്തിങ്. അങ്ങനെ അതോടുകൂടി അയാൾക്ക് ഈ പൊന്മുട്ട കിട്ടുന്ന അവസ്ഥ പോവുക മാത്രമല്ല, ശാപം ലഭിച്ച അവസ്ഥയ്ക്ക് തിരികെ ഇയാൾ ദരിദ്രനായി തീരുകയും ചെയ്തു. അതിന് ലഭിച്ചതെല്ലാം ദൈവം തിരിച്ചങ്ങെടുത്ത്. ഇവൻ്റെ ആർത്തിയും അത്യാർത്തിയും കാരണം, അസംതൃപ്തനായ മനസ്ഥിതി കൊണ്ട് ലഭിച്ചതെല്ലാം പോയി. അപ്പം അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കുറച്ചു കാലമാണ് ഭൂമിയിൽ ജീവിക്കുക. അടുത്ത സെക്കൻഡ്, അടുത്ത നിമിഷം നമുക്കറിയില്ല എന്താകും, എങ്ങനെയാകും എന്നൊക്കെ. അതിനാൽ സംതൃപ്തമായ ജീവിതം, ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ, അതുകൊണ്ട് ശുദ്ധമായ ഭക്ഷണം, ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി, ഉള്ളത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളേറെ ഭാഗ്യം ചെയ്തു. സംതൃപ്തി, അതാണ് സമാധാനം. അപ്പോൾ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ കഥയുടെ പൊരുൾ. ഇതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്, അറിവും ധ്യാനവും, വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിൽ. ഞാൻ അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. 9605743596 എന്ന നമ്പർ വിളിക്കുക, വരിക, സേവനം നേടുക. സംഗീതം, സുഗന്ധം, ധ്യാനം, ഇതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. അറിവും, വരിക, ജീവിതം ധന്യമാക്കുക.